ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. നമ്മൾ കുറേ ആയില്ല ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഇതാ ഓണമൊക്കെ വരാറായിട്ടുണ്ട്. ഓണം മേക്കപ്പ് ലുക്ക് അല്ല കേട്ടോ, ഒരു എന്താ പറയുക, ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഇന്ന് എനിക്കൊരു റിസപ്ഷൻ ഉണ്ട് ഈവനിങ്. സോ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം അല്ലേ? ഓക്കെ, മേക്കപ്പ് ചെയ്യാനായിട്ട് മുൻപായിട്ട് ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഇട്ടിട്ടും ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു കുട്ടി ഫാനും കൂടി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല രീതിക്ക് വേർക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ നെയിൽ ആർട്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്കിഷ്ടമായിട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ കെയറിലെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. പോൺസിൻ്റെ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ. അതും ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇത് ഓയിലി സ്കിൻകാർക്ക് ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഇന്ന് റിസപ്ഷനിൽ സാരിയാണ് കേട്ടോ എടുക്കുന്നത്. ആ സാരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഒരു പിസ്ത ഗ്രീൻ സാരിയാണ്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ. ഇത് കോസാറക്സിൻ്റെ സ്നെയിൽ 96 മ്യൂസിനാണ് പവർ എസൻസ്. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ടുണ്ട് മേടിച്ചിട്ട്, പക്ഷെ ഞാൻ ഡെയിലി ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിലെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടോ, കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് കണ്ടിട്ടാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അതായത് ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ല റേറ്റ് ഉണ്ട്. ഞാൻ കുറേ കാലം കാർട്ടിലിട്ടിട്ട് മേടിച്ചൊരു സംഭവമാണ് കേട്ടോ. സ്കിൻ കെയറിൽ ഞാൻ ആകെ 2 സ്റ്റെപ്പേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്തു. വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഒരു സിമ്പിളായിട്ട് റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു 5 മണി 6 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്തായാലും. സോ സൂര്യൻ ഉണ്ടാവില്ല, അപ്പം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഐബ്രോസൊക്കെ ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. ഇത് NYBയുടെ 4-in-1 ബ്രൈറ്റനിങ് പ്രൈമറാണ് കേട്ടോ. അപ്ലൈ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു എന്താ പറയുക പിസ്ത ഗ്രീൻ കളർ സാരി കൊടുക്കുന്നത്. സാരി അല്ല, എനിക്ക് പിസ്ത ഗ്രീൻ കളർ ഡ്രസ്സ് തന്നെ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഒരു ഡ്രസ്സ് എടുക്കുന്നത് പിസ്ത ഗ്രീൻ. എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സാരി. ഞാൻ ആന്ധ്രയിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പൾ ഗിഫ്റ്റ് തന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കറക്റ്ററാണ്. കറക്റ്റർ, കോൺടോർ, അതുപോലെ തന്നെ കൺസീലർ ഒരുമിച്ചുള്ള ഇൻസൈറ്റിൻ്റെ പാലറ്റാണ്. ഇത് മാറ്റാറായിട്ടുണ്ട്, കാരണം എനിക്ക് വേണ്ട ഷെയ്ഡ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റെഡ് കണ്ടോ, പിമ്പിൾസ്, വേറെ ഒന്നുമല്ല പിമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈഡ് ചെയ്താലും ആ ഒരു എന്താ പറയുക, ആ ഒരു പൊന്തിയിട്ട് നിൽക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് ബൾജ് ചെയ്ത് നിൽക്കും. ഇവിടെ ഉണ്ട് ഒരു പിമ്പിൾ. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഒരു ഇതും ചോദിക്കേണ്ടതാണ്, എങ്ങനെയാണ് ചേച്ചിയുടെ സ്കിൻ ഇത്ര ക്ലിയർ ആയിട്ടിരിക്കണേന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഫുള്ള് എന്താ പറയുക, പിമ്പിളായിട്ടുണ്ട്. ഫുള്ളൊന്നും പറയാൻ പറ്റില്ല. ഫോർഹെഡിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ലിപ്പിൻ്റെ 2 സൈഡും നല്ല രീതിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തിനെങ്കിലും അലർജി ആയിരിക്കണം, കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഈ പിമ്പിളൊക്കെ പൊന്തിയേക്കണം. ചെറുതായിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, അതും കൂടി ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പുതിയ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാത്തത് കേട്ടോ. അതിന് മുന്നേ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ ഭയങ്കര സെറ്റായിട്ട് നിൽക്കാറുണ്ട്. ഇതെനിക്ക് ചേച്ചി ദുബായിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. നമുക്ക് മിറർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആണ്. ഇത് ഫേസ് സ്കാനറുടെ 3-in-1 ഫൗണ്ടേഷൻ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആണ്. ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ. ഞാൻ അധികം അപ്ലൈ ചെയ്യില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയുടെ ഒക്കെ സൗണ്ട് കേൾക്കും, സ്വാഭാവികമാണ്, കാരണം ഇവിടെ ബാക്കിൽ കോഴി ഫാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. എന്നാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം നമുക്ക്. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. ടാൽക്കം പൗഡറാണ് എടുക്കുന്നത്, കോമ്പാക്ട് പൗഡർ അല്ല കേട്ടോ. റിസപ്ഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ചൊന്ന് കാര്യമായിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് പുട്ടിയിട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാനിത് സെറ്റ് ചെയ്യുന്നതായിരിക്കും.
അങ്ങനെ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഐ മേക്കപ്പ് ലുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് ഐ ഷേഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ മാർസിൻ്റെ ഒരു ഐ ഷേഡോ പാലറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ അടുത്ത് കുറേ ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. ഇതിൽ ബ്രൗൺ ഷെയ്ഡ്സാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നും ബ്രൗൺ യൂസ് ചെയ്യാം, പ്ലസ് ഒരു പിങ്കും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബ്രൗൺ എടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണിൽ ലൈറ്റിന് ചിലപ്പോൾ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും, കാരണം വേറെ ഒന്നുമല്ല, സൂര്യൻ പോയി മഴക്കാറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു പിങ്കാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഒരു പ്രത്യേകതരൊരു പിങ്ക് അല്ലേ, ഈ ഒരു പിങ്ക് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതും ഏകദേശം ഒന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാടുപെട്ടു. ഇനി നമുക്ക് കുറച്ച് ഗിൽറ്ററിങ് ആഡ് ചെയ്യാം. കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഗിൽറ്ററിങ് കാരണം ഈ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. കാരണം നൈറ്റ് പാർട്ടിയാണല്ലോ, സോ ഒന്ന് ലൈറ്റിലൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഐ ഷേഡ് ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. മിററില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തോളൂ കേട്ടോ, കാരണം ഒട്ടും ഷേപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കംപ്ലീറ്റ്ലി പോയി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങും, കാരണം ഒട്ടും ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയായിട്ട് വരുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ പുറത്ത്. ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. മാമർത്തിൻ്റെ ഐലൈനറാണ് കേട്ടോ എടുത്തത്. എനിക്ക് മിറർ ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഞാൻ വിങ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ, പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ നല്ല ടൈം എടുക്കും. ഒരേപോലെ ആയിക്കിട്ടും. രണ്ടും ഞാൻ ഏകദേശം വിങ്സൊക്കെ ഇട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. നമുക്കിനി മസ്കാര പൊട്ടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. കാക്കകളൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ വേറായിട്ടുണ്ട്. ഫുള്ള് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണൊക്കെ എഴുതി മസ്കരയൊക്കെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇതും ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് കുറേ ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. നടക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലും വരുന്നുണ്ട്. നേരത്തെ മഴക്കാറായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴക്കാറ് പോയിട്ട് വെയിൽ വരുന്നുണ്ട്. ഇനി എത്രത്തോളം എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന അറിയില്ല, കാരണം മഴ പെയ്യുന്നുണ്ട്. പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ബ്ലഷ് മാത്രമല്ല, ബ്ലഷ്, ഹൈലൈറ്റർ, കോൺടോർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാൻ അറിയത്തില്ല കറക്റ്റായിട്ട്. പൊട്ടിപ്പോയി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ലാസ്റ്റ് ടൈം മേക്കപ്പ് ഇതിപ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്ലഷ് 2 ചീക്കിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോസിൻ്റെ ഓരോ തുമ്പത്തും ചിന്നിലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്ലഷൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല പിങ്കിഷ് പോലെ ഇരിക്കുന്നുണ്ട്. ഫേസ് ഭയങ്കര ചോന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോന്നല്ല, ഒരു പിങ്ക് കളറിൽ. ഈ ഒരു ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, കുറച്ചുകൂടി ലൈറ്റാണ് കേട്ടോ. അതായത് ലൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്, പക്ഷെ ഫോണിൽ ഭയങ്കരമായിട്ട് തോന്നുന്നു ഭയങ്കര പിങ്കായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൾറെഡി എൻ്റെ ഫേസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. പിന്നെ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്.
മഴ പെയ്ത് പോയിട്ടോ. അപ്പോൾ അങ്ങനെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. എന്താ അല്ലേ ക്ലൈമറ്റ് ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെയാണ്. അതായത് മഴ വരിക മഴ പോവുക, മഴ വരിക മഴ പോവുക, അങ്ങനെയാണ് കേട്ടോ. അതിൽ നമുക്കൊരു കുഞ്ഞു പൊട്ട് വെക്കാം കേട്ടോ. കുഞ്ഞു പൊട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറി വന്നാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കൂട്ടാം കേട്ടോ. എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ സാരി. നല്ല ഒരു പിസ്ത ഗ്രീനാണ്. ഭയങ്കര എന്താ പറയുക, ഫ്ലഫി ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു 1300 സംതിങ് ആണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിലും ഇതിൻ്റെ കൂടെ പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാൻ റേറ്റ് അറിഞ്ഞത്. ഇതെനിക്ക് ആന്ധ്രയിൽ നിന്ന് പ്രിൻസിപ്പൽ മാം തന്ന സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു കണ്ടോ നിങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുക, ഭയങ്കരമായിട്ട് ഗ്ലേസിങ് ഉണ്ട്. നമുക്ക് റിസപ്ഷൻ നൈറ്റ് പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര തിന്നാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഭയങ്കര കട്ടി കുറവാണ്, ഭയങ്കര ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് നോർമൽ ഒരു ഹക്കോബയിൽ വരുന്ന ഒരു ബ്ലൗസാണ്, ഫ്ലോറൽ പ്രിൻറ്റിൽ. നമ്മുടെ സ്റ്റോറിൽ എന്താ പറയുക പറഞ്ഞ് തയ്പ്പിച്ചതാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ പറഞ്ഞ് നമ്മൾ സ്റ്റോറിൽ നിന്ന് തയ്പ്പിച്ചതാണ്. അതായത് ഇന്ന് മോർണിംഗ് കൊടുത്തിട്ട് ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. ഇന്ന് മോർണിംഗ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഈ ഒരു ബ്ലൗസ്. ഡീപ്പ് നെക്കാണ് ബാക്കിൽ, ഫ്രണ്ടിലും നല്ല ഡീപ്പ് നെക്കാണ്, പ്രിൻസസ് കട്ടാണ്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിസ്ത. ലാസ്റ്റായിട്ട് ഞാനൊരു പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ എടുത്തേക്കണേ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ ഇപ്പോഴത്തെ. സാറ മെൻ ബ്ലൂ സ്പിരിറ്റ്, സാറയുടെയാണ് കേട്ടോ. ഇത് വിച്ചുവിൻ്റെയാണ്. ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സ്പ്രേ. ഓക്കെ, ഫൈനലി അങ്ങനെ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. ഒന്നുമില്ല, ജസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിലേക്ക് മുടി ഒന്ന് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഈ പോണേ പിന്നെ സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ എൻ്റെ ഹെയർ കണ്ടോ പകുതി കേളായിട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഞാൻ കേൾ ചെയ്യാൻ നോക്കിയത്. പക്ഷെ പകുതി ഇട്ടപ്പോഴേക്ക് എനിക്ക് മതിയായി തുടങ്ങി. അപ്പോൾ ഞാൻ നിർത്തി കേട്ടോ. അങ്ങനെ നല്ല ടൈം എടുക്കും ഹെയർ കേൾ ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഒരു കളർ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കില്ലാത്തൊരു കളറാണ്. നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് സാരി. ഞാൻ സാരിയുടെ ഫുൾ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ ഫേസൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ റിസപ്ഷന് പോട്ടെ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.